ഓ, പ്രാരാബ്ധക്കുറിപ്പായിരുന്നോ? ഇനിയിപ്പോ ദാരിദ്ര്യം പറഞ്ഞ് നക്കിത്തരം കാണിച്ച നീ എന്താ വിളിച്ചിരിക്കുന്നത്? ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറക്കി വെക്ക്. ഇറങ്ങുമോളെ. പെട്ടെന്ന് പാറു. മറ്റേ ചെറിയ കുട്ടിയോടെ ഇവിടെ ഉണ്ടല്ലോ. അതെടുത്ത് വെച്ചില്ലേ? എടുത്തു വെച്ചെന്നാ. ഇതാ ഒരു കാര്യം പറഞ്ഞു. എല്ലാം എടുത്തു വെച്ചല്ലോ. അതാ അതല്ല എന്റെ പേഴ്സും കൊണ്ടെടുക്കാൻ. പേഴ്സ് നിങ്ങളുടെ കയ്യിലല്ലേ? അത് ഞാൻ അങ്ങോട്ട് തന്നെ തന്നു. വീട്ടിൽ വെച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നേ. അപ്പൊ പിന്നെ അതെങ്ങോട്ട് പോയി? പോറ്റിയോട്ടില് കാപ്പ് കുടിക്കാൻ കയറിയപ്പോഴേ അവിടെ കാലം വെച്ച് മറന്നോ? ഓ, ഇങ്ങനെ ശ്രദ്ധയില്ലാത്ത ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാനാ? നിന്റെ മോളുടെ തീറ്റ അങ്ങനത്തെ അല്ലേ? എടി തീറ്റ പണ്ടാരം. ഇനി ഇതിൽ വിഴിഞ്ഞ കൂട്ടത്തിൽ പേഴ്സും കൂടെ എടുത്ത് വിഴിഞ്ഞോ? ഞാനോ? അയ്യോ ഇല്ല. പിന്നെ നിന്റെ അമ്മ വിഴിഞ്ഞു. പിന്നെ അമ്മ പേഴ്സാ എടിയിലേക്ക് നോക്ക്. ഇവിടെ ഒന്നും ഇല്ലെന്ന്. മുഴുവൻ അതിലായിരുന്നു. ഞാൻ പേഴ്സ് പോട്ടെ. നിന്റെ രൂപ കൊണ്ട് എടുത്ത്. എന്റെ രൂപയൊന്നുമില്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബസ്സിൽ വരാന്ന്. അതല്ലേ ടാക്സിയിൽ വന്നത്. എന്നാ കൊടുത്തോ. കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ എടുത്ത് കൊടുക്കാനാ? എന്നാ വേണ്ട. എനിക്ക് നിൽക്കാൻ നേരമില്ല. കാശിക്കാ സാറേ. ഒന്ന് പിറക്കാതെ നിൽക്കണോ? ഒന്ന് വെറുതെ ഇരിക്കേ. അമ്മയുടെ രൂപമില്ല ഇരിപ്പുണ്ടോ? പേഴ്സ് ഈ പെട്ടിക്കകത്തെങ്ങാനും കാണും. പിന്നെ അങ്ങ് എടുത്തു തരാം. വന്നിറങ്ങിയ പാടെ എന്റെ നാണം കെടുത്തില്ല. ഞാൻ എന്റെ അമ്മയോടല്ലേ ചോദിച്ചു. വേണ്ട കുറുപ്പേ, അഭ്യാസം ഒന്നും വേണ്ട. ഞാനിത് ഇന്നും ഇന്നലൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. വേണക്കുട്ടാ, ആ ടാക്സിക്കാരൻ എന്താന്ന് വെച്ചാ കൊടുത്തേക്ക്. ഓ, ഇനി ഇപ്പൊ പേഴ്സ് പോയില്ലാന്ന് വെച്ചു. എന്നാലും അമ്മായി എന്നെ കൊടുക്കും അല്ലേ പാറു? അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? ഒന്നുമില്ലെങ്കിൽ രണ്ടാമത്തെ മോളാവുമ്പോ അല്പം സ്നേഹം കൂടും. അതിനിപ്പോ ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. സുഖം തന്നെയല്ലേ അമ്മേ? പുതിയതാണോ അമ്മേ ഈ വള? നന്നായിരിക്കുന്നു. നിങ്ങളൊക്കെ ഇന്നലെ എത്തിയോ? ഓ, എല്ലാ അവളുമാരും എത്തിയല്ലോ. കാർത്തികേ, നീ വേണം മുത്തശ്ശിയുടെ പുന്നാര മോളാവാൻ. അങ്ങോട്ട് കൊണ്ട് കൊടുക്കടി. നിനക്കെന്തത്ര നാണം? അമ്മയ്ക്ക് ഞാൻ ഹോർലിക്സ്, ബിസ്ക്കറ്റ്, ഓറഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചവനപ്രാശം മുത്തശ്ശിക്കെന്നും പറഞ്ഞ് പ്രത്യേകം വാങ്ങിയതാ. അങ്ങോട്ട് കൊടുത്തൂടെ? എന്തിനാ ഇതൊക്കെ പാറക്കുട്ടിയെ? എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞ കത്ത് കിട്ടിയപ്പോ സങ്കടം വന്നു. തിരുവോണം മാത്രമല്ലല്ലോ, അമ്മയുടെ പിറന്നാളും കൂടെ അല്ലേ. കയ്യിലാണ് കാശില്ല. എന്താ ഇത്ര ബുദ്ധിമുട്ട്? കുറുപ്പിപ്പൊ സൂപ്രണ്ടായില്ലേ? അത് കൂടാതെ നിനക്കും ഇല്ലേ 12,000 രൂപ? ഓ, അതൊന്നും പറയണ്ട എന്റെ അമ്മേ. ചെലവിന്റെ പുറത്ത് ചെലവാ. ഈ പെണ്ണിനെ കൊണ്ടുവരണ്ടെന്ന് കരുതിയതാ. പിന്നെ നമ്മുടെ കൊച്ചുവിഷം വരുന്ന സ്ഥിതിക്ക് എങ്ങനെ കൊണ്ടുവരാണ്ടിരിക്കുക? എന്റെ മോളെ കാണുമ്പോ എല്ലാരും അവളോട് പറയുന്നു പോലും നിന്റെ മുത്തശ്ശിയെ വരച്ചു വെച്ചിരിക്കുകയാണെന്ന്. അതൊക്കെ ആൾക്കാർ വെറുതെ പറയല്ലേ. ആര് കണ്ടാലും പറയും അവള് നിന്റെ തനിപ്പകർപ്പാണെന്ന്. എന്റെ പോലും അല്ല. കീഴാറ്റുമടം പോറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? മഹാമാന്ത്രികനാ. അദ്ദേഹത്തെ കൊണ്ട് അമ്മായിക്ക് ഞാനൊരു ദേഹരക്ഷ എഴുതി വാങ്ങിച്ചു. എന്തോന്നാ കുറുപ്പേ, ഈ സമ്പ്രദായമൊക്കെ നിർത്താറായില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. ഇതിനാ ഈ മനുഷ്യൻ കാശ് കളയുന്ന മുഴുവനും. അമ്മയെ ഉടുപ്പെന്ന് ഊരാൻ പറയൂ. കയ്യിലും കഴുത്തിലും എന്തൊക്കെയാ കെട്ടി തൂക്കിയിരിക്കുന്ന നോക്കൂ. അരയിലും ഉണ്ട് ഒരു 5-6 എണ്ണം പറയാതെ എന്റെ പാറു. ഇതൊക്കെ ഒരു ദേഹരക്ഷയ്ക്കല്ലേ അമ്മായി? നിങ്ങളുടെ ഈ രക്ഷയെടുത്ത് കാരണം എനിക്ക് മക്കൾക്കും രക്ഷയില്ലാണ്ടായി. നിന്റെ രക്ഷയ്ക്ക് ഞാനില്ലേ പാറു? എനിക്കിനി വയ്യമ്മേ, കൈയടിക്കുന്നു. എന്റെ ഭഗവാനെ, നടക്കൽ നേരെ ഒന്ന് കുരുത്തക്കേട് പറയില്ലേ മോളെ? 1-2 ആണോ? 101 ഇല്ലേ? എനിക്ക് വയ്യ. അമ്മയല്ലേ നേർന്നത്, ബാക്കി അമ്മ മുടക്കേ. അയ്യോ, അങ്ങനെ പറയില്ലേ മോളെ. വഴിപാട് നിന്റെ കൈ കൊണ്ട് തന്നെ നടത്തണം. എങ്കിലേ കൊച്ചുവിഷ ഭർത്താവായിട്ട് കിട്ടൂ. എന്റെ കാലയിലാണ് ഓടക്കാൻ പറഞ്ഞേ. ഹരീന്ദ്രനോട് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിന്റെ മുറിയില്? ഉണ്ട്. എന്നാ വേണക്കുട്ടനോട് പറഞ്ഞ് ഒരു കട്ടിലൂടെ ഇട്ടോളൂ. വേണ്ട മുത്തശ്ശി, ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു കട്ടിലിൽ കിടന്നോളാം. ഓ കൊച്ചുഷ, നീ വേഗം കുളിച്ച് റെഡിയായി വാ. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്റെ കാര്യമായിരിക്കും. കെട്ടും കെട്ടും. അന്ന് ഈ പാർക്കുട്ടിയുടെ സ്വഭാവം അറിയും. തള്ളയും തന്തയും ചത്ത് കഴിഞ്ഞപ്പോ ഈ തോളി കിടത്തിയാ ഞാൻ അവനെ വളർത്തിയത്. ആ സ്നേഹം അവൻ എന്തായാലും ഉണ്ടാവാതിരിക്കുവോ? നിങ്ങളെന്താ ഒന്നും പറയാത്തെ? നീ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ പാറു. അയ്യോ മോളെ, കൊച്ചുവിഷം യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ.
എന്തെങ്കിലും കുടിക്കാൻ കൊണ്ട് കൊടുക്കണ്ടേ നീയല്ലേ? എന്തൊക്കെ കൊടുത്താലും കൊച്ചുകൃഷ്ണന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എടുക്കേണ്ട സുമതിക്കുട്ടി. ഓ, നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും കഴിപ്പ്. എന്നിട്ട് അതൊന്നും ഈ ശരീരത്തിൽ കാണുന്നുണ്ടോ? അതുമില്ല. നോക്കേ, നീ എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് പറഞ്ഞേക്കാം. ആര് തൊടുന്നു? എന്റെ ദൈവമേ, എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മോക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. തരത്തിനൊരാളെ കിട്ടുകയെന്ന് പറഞ്ഞാ ഒരു പെണ്ണിന് അതേ കൂടുതൽ എന്താ വേണ്ടത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അമ്മയല്ല. കൊച്ചുകൃഷ്ണനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ അന്ന് ഞാൻ കൊല്ലും. കേട്ടല്ലോ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരം. ആ നേരത്ത് നാവിന്റെ തുമ്പത്ത് സരസ്വം നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച്. ഓ, നിന്നെ ഞാൻ കുഞ്ചൻ നമ്പ്യാരെ ബന്ധുവാണെന്ന് പറഞ്ഞല്ലോടാ ചെറ്റേ. അതിനിടയിൽ അവന്റെ ഒരു സെന്റിമെന്റ്സ് കൊളമാക്കിയനെ. കൊളവാക്കും, എന്നാലും നിന്റെ അത്ര ചളവാക്കൂല. അതെ, ഈ അലവലാതി കൂട്ടങ്ങളുടെ ഇടയിൽ കഴിയാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ അങ്ങ് പോവാ. എന്താ ഇത്? പോകാൻ വേണ്ടിയാണോ പറഞ്ഞത്? മുത്തശ്ശിയുടെ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? എന്താ കല്യാണം, പിന്നല്ലാണ്ടെന്താ? ഓഹോ, വന്ന് കേറുന്നതിന് മുമ്പേ തുടങ്ങിയോ? ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നിന്റെ അമ്മായിമാര് 3 പേരും കൂടെ നിന്നെ വെട്ടി നുറുക്കി ഫ്രൈ ആക്കി അവരുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കും. ഒന്നാലോചിച്ചാൽ നമ്മളെക്കാളും ടെൻഷൻ നിന്റെ അമ്മായിമാർക്കാ. ഉടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ എന്റെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കടാ. 1 അല്ല 3 എണ്ണം കണ്ടില്ലേ എല്ലാത്തിനും? ഒരേ സമയം 3 ഭാര്യമാരല്ലേ കൈ വരാൻ പോകുന്നത്. നീ ആര്? ദശരഥ മഹാരാജാവ്? ഊതല്ലേ എടാ, സാവധാനം നീന്തിയ അക്കരെത്താം. തൽക്കാലം നിലവെള്ളം ചവിട്ടി ജീവൻ രക്ഷിക്കും. വെട്ടൊന്ന് തുണ്ടൻ 2, അതാണ് മുത്തശ്ശിയുടെ സ്വഭാവം. രണ്ടായി മുറിഞ്ഞാലും യോജിപ്പിക്കാൻ പറ്റിയൊരു സുഹൃത്ത് നിന്റെ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ആ ഫയലൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അതിനു മുമ്പ് പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. ചെന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ വരിവരിയായി എത്തും. ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം നീ അല്ല അവന് എന്തിന്? അമ്മ പറഞ്ഞു കൊച്ചുകൃഷ്ണൻ ചേട്ടൻ ഷോപ്പിങ്ങിന് പോകുന്നു, എന്നെ കൂടെ ചെല്ലാൻ. അമ്മ പറഞ്ഞോ? സത്യമായിട്ടും പറഞ്ഞു. കൊച്ചുകൃഷ്ണൻ ചേട്ടാ, ഞാൻ റെഡി. രാധികയോടും അമ്മ പറഞ്ഞോ? ഒരാളുടെ കുറവുണ്ടല്ലോ, എന്തു പറ്റി? ഏതായാലും ഷോപ്പിങ്ങിന് പോവാം. വേണുക്കുട്ടാ, എന്തോ 2 പേരെയും ഷോപ്പിങ്ങിന് കൊണ്ടു. ഇനിയിപ്പോ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിൽ കയറി തുണി കിണിയെല്ലാം വാങ്ങി ഈയോടെ പോവാം. ജോത്സരെ ഞാനാ. ജോത്സരെ, കണ്ണേറ്റിന്റെ കരയിൽ ആകെ പ്രശ്നം. 3 അമ്മായിമാരും തമ്മിൽ കൂട്ടത്തല്ല്. എല്ലാവർക്കും കൊച്ചുകൃഷ്ണൻ തന്നെ മരുമാനായിട്ട് കിട്ടണം. അതായത് ഇവനെ. ഏതെങ്കിലും ഒരു ജാതകം ചേർന്നാൽ മറ്റേ അമ്മായി തൂങ്ങിച്ചാവും. അടുത്ത അമ്മായി വിഷം കഴിച്ചു മരിക്കും. അതെ, അതാ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ജോത്സ്യൻ അവിടെ വന്ന് ജാതകം നോക്കുമ്പോ 3 ചേരില്ല എന്ന് പറയണം. കള്ളം പറയാനോ? അയ്യോ, കള്ളം പറയണ്ട, സത്യം പറയാതിരുന്നാ മതി. ജോത്സ്യന് ഞങ്ങളെ രക്ഷിക്കണം. അതിനെന്താന്ന് വെച്ചാ ഞങ്ങള് അങ്ങോട്ട് കൊടുക്ക്. പരസ്യമായിട്ട് കൊടുത്താ വാങ്ങുമോ? ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. വാങ്ങും. വിവാഹം നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം. അത് മതി. ശരി, പോട്ടെ. ജോത്സ്യർ ചതിക്കൂ? തെങ്ങും ജോത്സ്യരും ചതിക്കില്ലെന്നാണ്. ഇലയ്ക്കും കേടില്ല, മുള്ളിനും കേടില്ല. ഇക്കണക്കിന് പോയാൽ നമ്മുടെ എല്ലിന് കേട് വരും. നീ പെട്ടെന്ന് തറവാട്ടിലേക്ക് പോകാൻ തയ്യാറ്? കാശും വാങ്ങേണ്ട കള്ളം പറയാൻ പോവാണെന്ന് അവരെങ്ങാനും പറഞ്ഞാലോ? ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കരിനാക്കെടുത്തൊന്നും പറയാതാ. ജോത്സരെ, എത്ര നാളായി കണ്ടിട്ടായോ? ആളങ്ങ് ഉടഞ്ഞു പോയല്ലോ. അയ്യോ, 2 പേരും അങ്ങ് ഉടഞ്ഞു പോയല്ലോ. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാനൊരു രക്ഷ എഴുതി തന്നേനെ. അതിന് എനിക്കൊരു അസുഖമല്ല കുറിപ്പ് സാറേ. എന്നാ എനിക്കൊരു അസുഖമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജോത്സരെ ആദ്യമായി ആ തറവാട്ടി കൊണ്ടുവന്ന് കഴിച്ചത് ഈ കുറിപ്പാണ്. അത് ഞാൻ മറക്കു കുറിപ്പ് സാറേ. ആ നന്ദി എന്നോട് കാണുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്നത്. എന്നെ ഒന്ന് സഹായിക്കണം. മാറണം. എന്റെ മകളുടെ ജാതകം ജോത്സ്യരല്ലേ എഴുതിയത്. ആ ജാതകം കൊച്ചുകൃഷ്ണന് നന്നായി ചേരുമെന്ന് പറയണം. ജ്യോതിഷത്തിലും മാന്ത്രികത്തിലും ഇത്രയും വിശ്വാസമുള്ള സാറ് തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? ദോഷമില്ലാത്ത ചില കള്ളങ്ങളൊക്കെ പറയാമെന്ന് ആദ്യം ഒരു പറഞ്ഞിട്ടില്ലേ ജോത്സ്യരെ? ഇതങ്ങോട്ട് പിടിക്കും. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പാറുകുട്ടി വല്ല അഭിയോഗം കാണിക്കും ജോത്സ്യരെ. ഈ വിവാഹം നടക്കണം, അത്രല്ലേ വേണ്ടു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം
ഞാനിത് കൈകാര്യം ചെയ്തോളാം. അത് മതി, അത് മതി. രാധികാ റാണി, അത്തം നക്ഷത്രം, സ്ത്രീ ജനനം, ഊരുരുട്ടാതി പുരുഷൻ. ചേർക്കാമല്ലോ? കാർത്തികാദേവി തിരുവാതിര, ഊരുരുട്ടാതി പുരുഷൻ. ഒരുത്തങ്ങൾ സമാസമം, നിശ്ചയമായും ചേർക്കാം. ഹേമകുമാരി അശ്വതി, സ്ത്രീ ജനനം, പുരുഷൻ പൂരുരുട്ടാതി. ഉത്തമമാണല്ലോ, ചേർക്കാം. പൊരുത്തം സമാസമം. എന്തീ പറഞ്ഞു? 3 ജാതകവും ചേരുന്ന സ്ഥിതിക്ക് ഏറ്റവും ഉത്തമം ഏതാണെന്ന് പറയൂ ജോസ്യരെ. ഏതാ ഏറ്റവും ഉത്തമമെന്ന് പറയാനാവില്ല. എന്നാലും ഏതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണൂലേ? കാണുന്നില്ല. തറവാടിന്റെ പുണ്യം കൊണ്ടാവും 3 ഒരുപോലെ ചേരുന്നു. കുടുംബത്തിന്റെ ഐക്യം അത് സൂചിപ്പിക്കുന്നത്. ആ കേട്ടോളൂ, 3 ജാതകവും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ 3 കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിലെത്തുക. ശ്രീകൃഷ്ണന് 16,008 കൊച്ചുകൃഷ്ണന് 3 ആവാം. അമ്പോറ്റി അല്ല, പറഞ്ഞേ ഉള്ളൂ. കല്യാണം നടക്കരുതെന്നല്ലേ നിങ്ങൾക്കുള്ളൂ. ഒരു ജാതകവും ചേരില്ല എന്ന് പറഞ്ഞാൽ ഇതിലെന്തോ കള്ളക്കളി ഉണ്ടെന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ചേരുമെന്ന് പറഞ്ഞാൽ അപ്പം മുഹൂർത്തം കുറിക്കാൻ പറയും. ഇപ്പൊ സംഗതി പറഞ്ഞില്ലേ, അമ്മായി വരെ എന്നൊരു ഒത്തീർപ്പ് എത്താൻ സമയം കുറെ പിടിക്കും. ചിലപ്പോ അടി വെച്ച് പിരിഞ്ഞതും വരും. ഇപ്പൊ മനസ്സിലായോ? ഇലക്കും കേടില്ല, മുള്ളിനും കേടില്ല. അയ്യോ കുറുപ്പമാവൻ, വളരെ സന്തോഷം. അവന്റെ ഈ ഏലത്തൊന്ന് ശരിയായി കൊടുക്കണം. ഏലസോ? രാത്രി കിടക്കുമ്പോൾ ദുശ്ചിന്തകൾ ഇവനെ. ശരി, ശരി വരട്ടെ. ഇങ്ങനെ പോലെ ബാക്കി കാശിന്റെ ബാക്കി മറന്നോ നിങ്ങൾ? നല്ല ആള് ആണ്. ഞാൻ അന്ന് തരാൻ ഉദ്ദേശിച്ച പൈസ ഇതിലും കൂടുതൽ. ഞാനത് നിങ്ങൾക്ക് തന്നില്ലെങ്കിലേ പാറു ഇത് എനിക്കിട്ട് തരും. നിങ്ങളിവിടെ എന്തെടുക്കാ? ഒന്നിക്ക് വന്നേ. തീരുമാനം 3 അമ്മായിമാർക്കും വിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ അവര് തമ്മിലാവും മഴക്കും ബഹളവും. ഏതായാലും നമ്മൾ മനസ്സിൽ കണ്ടപ്പോ ആ ജോലിസർ മാനത്ത് കണ്ടു. ഞാൻ കാരണം തറവാടിന്റെ ഐക്യവും സമാധാനവും തകരുമെന്ന എന്റെ പേടി. ഇനിയിപ്പോ മുത്തശ്ശി ഞങ്ങൾ ഒരു തീരുമാനം എടുത്താലോ? അറ്റ കൈക്ക് പറ്റില്ല എന്ന് പറയണം. ഫസ്റ്റ് ബുദ്ധി. മുത്തശ്ശി എതിർത്തൊരു വിവാഹം കഴിച്ചതിനാ ശങ്കരൻകുട്ടി ചിറ്റപ്പനെ തറവാട്ടി കയറ്റാത്തത്. എന്നിട്ട് എന്താ അങ്ങേര് ജീവിക്കുന്നില്ലേ? അങ്ങേരുടെ ചങ്കൂറ്റം പോലും നിനക്കില്ലാതെ പോയല്ലോടാ. ഇല്ലാഞ്ഞിട്ടല്ല, കുഞ്ഞിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ വളർത്തി ഈ നിലയിലാക്കിയത് മുത്തശ്ശിയാ. അവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്. ആ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാൻ ഈ 3 അമ്മായിമാരെ മറിച്ച് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങനെ പറഞ്ഞ് എന്നിട്ട്? വളച്ച് തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ അല്ലേ? എടാ, പുറത്തു നിന്ന് നോക്കുമ്പോ എളുപ്പമാ, അകത്ത് വന്ന് കളിക്കുമ്പോഴേ എന്റെ പ്രയാസം മനസ്സിലാവും. നമ്മൾ ഏതായാലും കളിച്ചില്ലേ, ഇനി ജയിച്ചേ പറ്റൂ. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ഈ തറവാട്ടിലെ മൂത്ത മോള് ഞാനാ, ചെറുമക്കളിൽ മൂത്തവള് രാധികയും. ആ ചിന്തയെങ്കിലും സുമതിക്കുട്ടിക്കും പാറക്കുട്ടിക്കും വേണ്ടേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. 3ാം തലമുറയിലെ ഒരേ ഒരു ആന്തരി. അവന്റെ പൊസിഷൻ, ശമ്പളം, ആരെ ഇങ്ങനൊരു ചെറുക്കനെ വേണ്ടാന്ന് വെക്കുക. പിന്നെ മുത്തശ്ശിയുടെ കാലശേഷം ഈ തറവാടും അവനാ. ഓ, ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല. രാധികയ്ക്ക് പണ്ടേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി, അതുകൊണ്ടാ. അങ്ങനെ വരട്ടെ. ഇതിനാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം? ഹൃദയം ഇടിക്കുന്നത് പോലും രാധിക രാധിക എന്നല്ലേ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ പറയുന്നത്? അവൻ താമസിക്കുന്ന മുറിയിലോട്ട് കയറി ചെന്നാ കാണാം. ദേ, ഈ വലിപ്പത്തിലൊരു ഫോട്ടോ. ആരുടെ? രാധികയുടെ. കാലത്ത് എഴുന്നേക്കുമ്പോ കണി കാണാനാണത്രേ. ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം, ഈ രൂപത്തൊട്ടിൽ അശോകചക്രം പതിക്കൂലേ, അതുപോലെ അങ്ങ് പതിഞ്ഞു പോയിന്ന്. നേരോ? ആ എടാ കള്ള, എന്നാൽ അവനത് പറയാൻ മേലേ? അവന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടല്ലേ എന്നെ അയച്ചത്.
ദേ ഇത് കേട്ടില്ലേ? രണ്ടുപേരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ലക്ഷ്മി. അല്ല, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമ്മൾ വേണോ അത് നടത്തി കൊടുക്കാൻ? ആ ഓ എന്ന് പറഞ്ഞാ പോരാ, അമ്മാവനും അമ്മായിയും കൂടെ വേണം അതിന് മുൻകൈ എടുക്കാൻ. മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് കുഴപ്പം എടുക്കാനാ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഈ കാര്യത്തിൽ എനിക്കൊരല്പം നിർബന്ധബുദ്ധി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ദാ, ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. കൊച്ചു കൃഷ്ണനും കാർത്തികയും തമ്മിലുള്ള വിവാഹമേ നടക്കൂ. അവന്റെ മനസ്സിലിരിപ്പു അതാ. എപ്പോഴും കാർത്തിക കാർത്തിക എന്നൊരു വിചാരമേ അവനുള്ളൂ. എന്താ കാര്യം? എന്താ കാര്യം? അവളല്ലേ ഈ കൂട്ടത്തിൽ സുന്ദരി. നിങ്ങളിത് കേൾക്കുന്നില്ലേ? എന്തുമാത്രം മഞ്ഞപ്പൊടിയും പയറുപൊടിയും പിന്നെന്താ ഒരു സാധനം, പയറാൻ ലൗലി. ആ അതും കൂടെ അരച്ച് കുഴച്ച് തേച്ചിട്ടാ ഈ പരുവ് എത്തിച്ചെന്നറിയോ? അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ. അതിപ്പോ പ്രത്യേകം പറയണോ? ഇതുപോലെ ഉരുട്ടി കുഴച്ച് വെച്ചിരിക്കല്ലേ. സൗന്ദര്യം വർണ്ണിച്ചേക്കാനുള്ള സമയമില്ല. കണ്ടോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാ. എന്നെ പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞ ഇങ്ങനെ ഇഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ എന്നെ ഇനിയിപ്പോ അതും പറഞ്ഞു വഴക്ക് വേണ്ട. ഈ കല്യാണം കുറുപ്പമാവന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാ, അതിന്റെ ടെൻഷനാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്തു വന്നാലും മേനോനും കൈമളും കൊച്ചുകൃഷ്ണനെ കണ്ടോണ്ട് വെള്ളം അനുത്തണ്ട. മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവൻ അവനുള്ളതാ. അതെന്റെ മോളെ അനുഭവിക്കും. അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. കൊച്ചുകൃഷ്ണനെ മരുമകനായി കിട്ടിയാലേ അത് നടക്കും. അതിനൊരു യോഗം വേണ്ടേ? ആ യോഗമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ അവൻ ഹേമയെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് നിങ്ങൾ പിടിച്ച പിടിയിൽ നിൽക്കണം, അത്ര തന്നെ. ആകെപ്പാടെ ഒരു കൊച്ചു വെട്ടിമുറിച്ചെടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും നീ ഇളയതല്ലേ, നമുക്കങ്ങ് ഒഴിഞ്ഞു മാറാം. അയ്യ, ഒഴിഞ്ഞു മാറാനോ? ഈ മനുഷ്യൻ കാരണം ഒന്നും നടക്കാത്തത്. അവരൊഴിഞ്ഞു മാറട്ടെ. ഈ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അമ്മയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് അന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാണ് എനിക്ക് ഗതി വന്നത്. സുമതിക്കുട്ടി, നീ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? പറയും, എപ്പോഴും പറയും. ഞങ്ങൾ തമ്മില് 24 വയസ്സിന്റെ വ്യത്യാസമാ. ആഹാ, പക്ഷെ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ എന്തൊരു ചേർച്ച. ഇവളിത് കണ്ണി കണ്ടോടൊക്കെ പറഞ്ഞ് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സത്യമല്ലേ പറഞ്ഞത്? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതാ. ആരാടി ചതിച്ചത്? ചൊവ്വാദോഷമുള്ള ജാതകം കൊണ്ട് നിന്റെ അമ്മ നാട് നീളെ നടന്നല്ലേ? ഇപ്പൊ നമ്മൾ മോളുടെ കല്യാണക്കാരും അല്ലേ ചർച്ച ചെയ്യുന്നത്, അമ്മയുടെ അല്ലല്ലോ. വയസ്സിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ. ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും. മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന്. രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആരൊക്കെ പിണങ്ങിയാലും ശരി, കൊച്ചുകൃഷ്ണ ഹേമയുടെ കഴുത്തിലെ താലി കെട്ടു. ആഹാ, ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ കിളവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക്. പാരവയ്ക്കാനുള്ള ഒരു പാട്. കൊച്ചുകൃഷ്ണേട്ടനെ ഞാൻ തന്നെ കെട്ടണമെന്ന് വലിയ നിർബന്ധാണല്ലേ? അല്ല, നിർബന്ധമൊന്നുമില്ല. കൊച്ചുകൃഷ്ണ, ഒന്ന് എന്റെ തലയിലായടാ. അയ്യോ എന്താ കാണിക്കുന്നത്? ഞാൻ എക്സർസൈസ് ചെയ്യൂല്ലോ. അതൊന്നും വേണ്ട. ഇത് വീണ് കാല കൈ ഒടിഞ്ഞ കാർത്തികത ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കാർത്തികയ്ക്ക് വേണ്ടിയാണ് ഞാനിത് എടുക്കുന്നത്. പിന്നെ കാർത്തികക്ക് വേണ്ടി ഇതൊക്കെ എന്താ എടുത്തു നോക്കുന്നത്? അതാണ് എന്റെ കുട്ടൻസ്. അമ്മാവൻ അറിഞ്ഞൂടാ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ. രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ? നീ നോക്കിക്കോ, എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ കേടഞ്ഞെടുക്കും. ഏമയും രാധ ഇത് കണ്ട അങ്ങോട്ട് അസൂയപ്പെടട്ടെ. ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്ന രഹസ്യം. എന്റെ പൊന്നു മോൾ ആരോടും പറഞ്ഞേക്കല്ലേ. നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും എന്നോടൊരു വാക്ക് ഇതുവരെ പറഞ്ഞല്ലോ. പിന്നെ ഇക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ. നിനക്കും കൂടെ ഓ ഇത്രയുള്ള വല്ല മരുന്നല്ലോ വെച്ചാ മതി. ആഹാ, വാ. ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാക്കി വരുമ്പോ ചതിച്ചോ? തീരുമാനം എനിക്ക് വിട്ടെന്നോ? വിട്ടുന്ന് മാത്രമല്ല, ഈ 3 പേരിൽ ആരെയാണ് കെട്ടാൻ പോകുന്നതെന്ന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും വേണം. നിന്റെ ഒടുക്കത്തെ ഒരു പ്ലാൻ. ലീവ് തീർന്നാലും ഇവിടുത്തെ യുദ്ധം തീരില്ലെന്നാ തോന്നുന്നത്. നീ വിഷമിക്കാതിരിക്കേ. ഒരാഴ്ച സമയമില്ലേ, നമുക്ക് പുതിയ വല്ല പ്ലാനും ആലോചിക്കാം. നിന്റെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടാ? സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ വന്ന് വീഴും. ഇവന്റെ തന്ത്രങ്ങൾ വെച്ച് ഇനി മുന്നോട്ട് പോണോ? ഒന്നുകൂടെ നോക്കാം.
ഇതെന്തോന്നാ കാണിക്കുന്നേ? നീയായിരുന്നു. ഈരുമായിട്ടുള്ളൊരു സിദ്ധനുണ്ട്, മഹാമാന്ത്രികൻ. കൂട് വിട്ട് കൂടുമാറാൻ ബഹുകമൻ. അയാൾ എന്റെ മോൾക്കൊരു ഭസ്മം ജപിച്ചു തന്നു. ഇത് ചെവി അറിയണ്ട. അച്ഛാ, ഈ ഭസ്മത്തിന്റെ പുറത്ത് കുറച്ച് കുങ്കുമം കൂടെ ഇട്ടോട്ടെ. ഓ, ഇത് നെറ്റിയിലിടാനുള്ളതല്ല. പിന്നെ എന്തോന്നാ? നേരെ ചൊവ്വേ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒടിവിദ്യ പ്രയോഗിച്ചെങ്കിലും കുറുപ്പ് കാര്യം നടത്തുമെന്ന് എനിക്ക് അറിയാമല്ലോ. വശീകരണ മന്ത്രം ജപിച്ച് പൂജിച്ചെടുത്ത ഭസ്മം ഞാൻ ഈ മോരി കലക്കിയിട്ടുണ്ട്. ഇതിലൊരല്പം മോള് കുടിക്കണം. എന്നിട്ട് തൊട്ടുരിയാടാതെ കൊച്ചുകൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ കുടിച്ചില്ലെങ്കിലോ? എന്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറിയിലെത്തി അവൻ കുടിക്കുന്നത് വരെ മിണ്ടരുത്. കുടിക്കും, കുടി പൊന്നുമോള്, പൊന്നുമോള് സ്പൂൺ വീഴല്ലേ. അവന്റെ വയറ്റിലോട്ട് നിന്ന് ചെന്നോട്ടെ, പിന്നെ നമുക്ക് കാണാം രാധയും കൃഷ്ണനും പോലെ അവർ ഈ തറവാട്ടിന് ചുറ്റും കളിച്ച് ചിരിച്ച് നടക്കുന്നത്. ഇനി അല്പം നമുക്ക് കുടിക്കാം. നിക്ക്. അപ്പോഴേ ഇപ്പത്തെ രണ്ടുപേര് ജാഥയായിട്ട് കൊണ്ട് കൊടുത്തേ ഉള്ളൂ. എല്ലാം കൂടി കുടിച്ചാൽ ചെറുക്കന്റെ കുടല് പഴുത്തു പോകും. ഭയങ്കര ദാഹം. കുറച്ച് ഞാനേ എന്ത് പറ്റി? അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടാത്തോണ്ടാ. എനിക്ക് വേണ്ട. അയ്യോ, വേണ്ടാത്തോണ്ടാ. സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അയ്യോ, വേണ്ടാത്തോണ്ടാ. കുടിക്കാം. ഓ, രാവിലെ തുടങ്ങിയ ഒടുക്കത്തെ കുടിപ്പിക്കലാണ്. ഞാൻ കുടിക്കട്ടെ. കുമാരി, അയ്യോ വേണക്കുട്ടാ, എന്ത് പറ്റി? വേണക്കുട്ടാ, ചേട്ടാ എന്താ ഇത്? പ്രേതബാധയിലാണോ? എന്താ കാര്യം? വായിക്കാൻ എന്തോ പോയെന്നാണല്ലോ പറയുന്നത്. ആണിയോ? മോരുവിട്, വായിക്കാത്തോട് ഒഴിച്ചോട്. കുടിച്ചോ. ആ, എല്ലാ കുന്ത്രാണ്ടങ്ങളും ഒപ്പിച്ചു വെച്ചിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു? അയ്യോ, എന്താ വാറുകുട്ടി, എന്താ? നിങ്ങൾ എന്താ പറഞ്ഞത്? തറവാടിന്റെ മുറ്റത്തോട് ഓടിക്കളിച്ച് നടക്കുന്നോ? ഓടിക്കളിച്ച് നടക്കുന്ന രാധാകൃഷ്ണനെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? നീ അവളെ പിടിച്ച് മാറ്റി. ഇതിവിടെ ഉറച്ചുപോയി. അമ്പട വേണുക്കുട്ടാ, നിന്റെ കാര്യം എന്തല്ലോ ഒടിക്കും. ആഹാ, എന്റെ മോളെ നിന്ന് എന്റെ അമ്മേ! അയ്യോ, വാറുകുട്ടി, ഞാനാണ്. അയ്യോ നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഞാൻ ആ വേണുക്കുട്ടനാണെന്നോ വെച്ചാ ഇത്രയും വലിയ അപ്പൊ ഞാനാണെങ്കിലും നീ അടിക്കുമായിരുന്നല്ലേ? നിങ്ങൾ ഇത് എവിടെ പോയിരുന്നു? വശീകരണ ഭസ്മം തന്ന സിദ്ധനെ ഞാൻ തലശ്ശേരി പോയി കണ്ടു. ആ, എന്നിട്ട് മറുവിദ്യ ചെയ്ത് ഒരു കലശത്തിലാക്കി തരും. അവൻ ആ കലശം അറിയറന്ന അതോടെ ബന്ധം മുറിയും. അതിനു മുമ്പ് രാത്രിയിൽ ഇവൻ ഏത് വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതെന്ന് അറിയാനാ ഞാൻ ഇവിടെ വന്നിരുന്നത്. 2-3 ദിവസത്തിന് ഞാൻ കലക്കി കൈ തരാം. അതിനു മുമ്പ് നീ എന്റെ തല അടിച്ച് കളിക്കില്ലേ? 2-3 ദിവസം 3 ദിവസം പോയിട്ട് ഒരു നിമിഷം കാത്തിരിക്കാൻ പറ്റില്ല. ഇതിന് മറമരുന്ന് ഒന്നേ ഉള്ളൂ. എത്രയും വേഗം കൊച്ചുകൃഷ്ണനുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കണം. അതിന് ബന്ധമൊന്നും മുറിച്ച് കിട്ടണ്ടേ?
നേരെ ഒന്ന് വെളുത്തോട്ടെ ഈ പാർക്കുട്ടിയുടെ ചൊണ നിങ്ങൾ കണ്ടോ? വാ എഴുന്നേറ്റ് വന്നേ. അയ്യോ എന്റെ പുതപ്പ് എന്താണ് ഇത്ര വിളിക്കാനുള്ളത്? ഇവിടെ വാ, ഇവിടെ മാറി. ഇവിടെ വരാൻ. എന്റെ ദൈവമേ, കള്ളം നാറി. അനുഭവിക്കണം. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും